ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിൽ വന്നിരിക്കുന്നത് കേക്ക് മുറിക്കാനാണ്. പക്ഷേ ഇത് പക്ക സർപ്രൈസ് ആയിട്ടാണ് ചെയ്തത്. നമ്മുടെ കൂട്ടുകാരൻ കലീലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അങ്ങനെ മാളിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കലീലിൻ്റെ അടുത്ത് പറഞ്ഞ് മാളിൻ്റെ ബർത്ത്ഡേ ആണ്ട് കേക്ക് മുറിക്കാനാണെന്ന് പറഞ്ഞ് അവനെയും വിളിച്ചു വരുത്തി. അങ്ങനെ മാളിൻ്റെ അടുത്ത് പറഞ്ഞ് കലീലിൻ്റെ ബർത്ത്ഡേ ആണ്, അവൻ്റെ കേക്ക് മുറിക്കാനാണെന്ന് പറഞ്ഞ് അവളെയും കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ ആദ്യം നമ്മൾ കലീലിൻ്റെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിച്ച് നല്ല ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോഴാണ് സർപ്രൈസായിട്ട് മാളിൻ്റെ കേക്കാണെന്ന് കാണിച്ചു കൊടുത്തത്. അങ്ങനെ മാളിലാണ് കേക്ക് മുറിച്ചത്. സത്യം പറഞ്ഞാൽ മാൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അവൾക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ബീച്ചിൽ കൊണ്ടുപോയിട്ട് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കേക്ക് മുറിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ കേക്കൊക്കെ മുറിച്ച്, കേക്ക് നമ്മുടെ സ്വന്തം ഉമ്മയുടെ നിന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആദ്യം തന്നെ എനിക്ക് വായി വെച്ച് തന്ന്, അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. കെട്ടിപ്പിടിച്ച് മുത്തം തന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ബർത്ത്ഡേയുടെ നൈറ്റ് അടിച്ച് പോളിച്ച് ഗൈസ്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കലീലിൻ്റെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചാൽ വന്നത്. എൻ്റെ എന്തായാലും 12 മണി കഴിയുമല്ലോ എൻ്റെ ബർത്ത്ഡേ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കേക്കൊക്കെ മുറിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി. കലീലിൻ്റെ അടുത്ത് പറഞ്ഞത് നേരെ തിരിച്ച്, എൻ്റെതും പറഞ്ഞത് നേരെ തിരിച്ച്. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും, സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോടും ഒത്തുകൂടി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. ഞങ്ങൾ മിക്കപ്പോഴും ഒത്തുകൂടി കഴിഞ്ഞാൽ ഒരു വെളുപ്പിന് 3 മണി വരെയെങ്കിലും ഒരുമിച്ച് നിൽക്കും, എന്നിട്ടേ വീട്ടിൽ പോകാറുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ 2 കേക്ക് ഫുള്ളായിട്ടില്ലേ. അപ്പോൾ കലീൽ പറഞ്ഞാൽ ഒരു കേക്ക് നമുക്ക് മുറിച്ച് ഇവിടെ എല്ലാവർക്കും കൊടുക്കാം. അപ്പം ഞങ്ങളും തീരുമാനിച്ച് ശരിയാതാ നല്ലത്. അങ്ങനെ മുറിച്ച് ഞങ്ങൾ അവിടെ കിടന്നവരെയൊക്കെ തട്ടി ഉണർത്തി അവർക്കൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മളെ ദൂരെ നിന്നൊക്കെ ഇവർ വിളിച്ച് കൈയാട്ടി വിളിച്ച് അങ്ങനെ നമ്മൾ ഇവർക്കൊക്കെ കൊണ്ട് കൊടുത്ത്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ നല്ലപോലെ ബ്ലസ് ചെയ്തു. അപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പേരെയും ബർത്ത്ഡേ, ആരെ ബർത്ത്ഡേ? അപ്പം ഞങ്ങൾ പറയും 2 പേരെയും ബർത്ത്ഡേ. അപ്പോൾ 2 പേരെയും ബർത്ത്ഡേ ഒരു ദിവസമാണോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ കലീലിൻ്റെത് April 22 എൻ്റെ April 23. അപ്പോൾ കലീലിൻ്റെത് April 22 രാത്രിയും എൻ്റെത് വെളുപ്പിനെ 12 മണിക്ക്. അങ്ങനെ കട്ട് ചെയ്തതാണ് ഞങ്ങൾ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തപ്പോൾ ഈ പയ്യൻ കുറച്ച് തമാശയൊക്കെ അടിച്ചു. ഓരോ കേക്ക് ഞാൻ തിന്നാൽ എനിക്ക് 100 രൂപ ഇങ്ങോട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ കലീൽ ഞങ്ങളുടെ പാപ്പര മക്കളെ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തു. എല്ലാവരും ഞങ്ങളെ ബ്ലെസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഓരോരുത്തരും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ താങ്ക് യു പറയുമ്പോൾ തന്നെ, നമ്മൾ ഫോണിൽ പറയുമ്പോൾ തന്നെ ഉള്ള സന്തോഷമല്ല നേരിട്ട് പറയുമ്പം. അങ്ങനെ കേക്ക് കൊടുക്കുന്ന ചടങ്ങും കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ഞങ്ങൾ ബീച്ചിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ കുശലം പറഞ്ഞ് തമാശകളൊക്കെ അടിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ വീട്ടിൽ പോകാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പം നാളെ കാണാം. ബൈ ബൈ. അങ്ങനെ എല്ലാവരും ഒന്നുകൂടെ മാളൂസിന് ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ടും പാടിക്കൊടുത്ത് അങ്ങനെ നമ്മുടെ ഷാഹുൽ, തൗഫീഖ്, കലീൽ എല്ലാവരും മാറി മാറി വിഷൊക്കെ ചെയ്തിട്ട് ഞങ്ങളപ്പം പോവുകയാണ് ഗൈസ്. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അതുവരെ സൈനിങ് ഓഫ് സബീൽ ആലിഫ്. ഓക്കെ.